അതുകൊണ്ട് ഔട്ട്ലൈൻ നമുക്ക് സ്കെച്ച് പെന്ന് കൊണ്ട് തന്നെ വരയ്ക്കുകയാണ്. 9 സെന്റിമീറ്റർ ആകുമ്പോൾ ചിത്രം കുറച്ച് വലിപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് 9 സെന്റിമീറ്റർ എടുക്കുന്നത്. ഇനി എടുക്കുന്നത് നമുക്കറിയാം, ഇത് സമഭുജ ത്രികോണമാണ് നമുക്ക് കിട്ടേണ്ടത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ ഒരു വശം അളന്ന് കോമ്പസിൽ എടുക്കുകയാണ്. കോമ്പസിൽ എടുത്തതിന് ശേഷം മൂന്നാമത്തെ ബിന്ദു കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കത് സ്കെച്ച് പെന്നുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇത് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പഠിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോഴോ ടയേർഡ് ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മുടെ മനസ്സിന് ഒരു ആനന്ദമാണ് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പകുതി കണ്ടുപിടിക്കുക. പകുതി ഓരോ വശത്തിന്റെയും പകുതി കാണുക. അതിനു വേണ്ടിയിട്ട് സ്കെയിലിൽ 4.5 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളുടെ അളവുകൾ കൃത്യമായാൽ മാത്രമേ നമ്മളുടെ ചിത്രവും കൃത്യമാവുള്ളൂ. കണക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കൃത്യതയും സൂക്ഷ്മതയുമാണ്. ത്രികോണത്തിന്റെ മൂലയും നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുവും തമ്മിൽ യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇവിടെ സെന്ററിൽ കുത്തുക. സെന്ററിൽ കുത്തിയതിനു ശേഷം ഒരു സമഷഡ്ഭുജമാണ് വരയ്ക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ശേഷം നമ്മള് ഈ സമഷഡ്ഭുജത്തിന്റെ വശങ്ങൾ എല്ലാം കൃത്യമായി യോജിപ്പിക്കുക. സ്കെച്ച് പെൻ ഉപയോഗിച്ച് യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സമഷഡ്ഭുജം കിട്ടി. ഇനി ഈ വര, ഇത് നമുക്ക് ഇവിടം വരെ മാത്രം സ്കെച്ച് പെന്നുകൊണ്ട് യോജിപ്പിക്കാം. ഇതേപോലെ 3 മൂലയിലും യോജിപ്പിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ സമഷഡ്ഭുജത്തിന്റെ ഉള്ളിലും ഇതേപോലെ യോജിപ്പിക്കുക. ഇപ്പൊ നമ്മളിത് വരച്ചു കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത വരകള് നമുക്ക് മായ്ച്ചു കളയാം. ഷഡ്ഭുജം വര മാത്രം സ്കെച്ച് പെന്നുകൊണ്ട് യോജിപ്പിക്കാം. ഇതേപോലെ 3 മൂലയിലും യോജിപ്പിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ സമഷഡ്ഭുജത്തിന്റെ ഉള്ളിലും ഇതേപോലെ യോജിപ്പിക്കുക. ഇപ്പൊ നമ്മളിത് വരച്ചു കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത വരകള് നമുക്ക് മായ്ച്ചു കളയാം. ഇപ്പൊ കൂട്ടുകാരെ കണ്ടില്ലേ ഈ ചിത്രം? ഇനി ഇത് ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. അതേപോലെ ഇവിടെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ കളറ് ഡാർക്ക് ആയിട്ട് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് ഇതാണ് വരുന്നത്. ഞാൻ കളർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. കളറൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കി. എന്തൊരു സന്തോഷാന്നറിയാമോ?